ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ഒരു മന്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ IT കമ്പനീസിലെല്ലാം തന്നെ ഒരു ഫ്രഷ് ബൈയും കണ്ടു. എന്നാൽ HUL ഏകദേശം ഒരു 5% മുകളിൽ HUL ഫോളോ ചെയ്തു. TCS ഉൾപ്പെടെയുള്ള ടെക്കമോ ഉൾപ്പെടെയുള്ള IT കമ്പനീസ് ഇന്നലെ ശക്തമായ രീതിയിൽ നിഫ്റ്റിനെ പിടിച്ചു നിർത്തി. ഇന്ന് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാന ഈവൻ്റ് ഉണ്ട്. US ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്ന ദിവസമാണ്. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ഏഷ്യൻ പെയിൻറ്റ്, വേദാന്ത, ബജാജ് ഹൗസിംഗ്, ഐഷർ മോട്ടേഴ്സ്, ഡാബർ, കോൾഗേറ്റ് പാമോലീവ്, പ്രസ്റ്റീജ്, വാരി എനർജി, KPIT ടെക്നോളജി, പിരമൽ ഫാർമ, സ്റ്റാർ ഹെൽത്ത് തുടങ്ങിയ കമ്പനീസും അല്ലാതെയും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കാലഘട്ടമാണ്. അപ്പോൾ മിഡ് ക്യാപ്പിലൊക്കെ എസ്പെഷ്യലി ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു റിസൾട്ട് കൊണ്ട് മേ ബി ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്ക് അപ് ടു ഒരു 20% വരെ ഒരു അപ്പർ സർക്യൂട്ടോ ലോവർ സർക്യൂട്ടിനുള്ള സാധ്യതകൾ ഈ ഒരു സമയങ്ങളിൽ ഉണ്ട്. ആ സെക്ടറിനുണ്ട്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കാര്യമല്ല പറയുന്നത്, ആ ഒരു സെക്ടറിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഉണ്ടാവാം. കാരണം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ. ഇനി ഇറാൻ വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇറാൻ അമേരിക്കയിലെ പല സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിട്ട് അമേരിക്ക അറിയിച്ചു. ഭൂരിഭാഗം മിസൈലുകളും അമേരിക്കയുടെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞതായിട്ട് US സൈന്യം അറിയിച്ചെങ്കിൽ കൂടിയും ഈ അമേരിക്ക ഇതിനെ തുടർന്ന് ഈ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി. ഫർദറായിട്ടുള്ള ഒരു ആക്രമണങ്ങളിലൊക്കെ ആയിരിക്കും അവർ മേ ബി ചർച്ച ചെയ്തിട്ടുണ്ടാവുക. ഇതിന് പിന്നാലെ ഈ ഇറാൻ്റെ ഈ ഒരു യുദ്ധം അത് അവസാനിക്കാനായിട്ട് മധ്യസ്ഥ ചർച്ചകളെല്ലാം തന്നെ അത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക സംഘർഷ സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസിൽ ഒരു 5% ഒരു സ്പൈക്ക് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ ഡോ 500 പോയിന്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. 2 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കോസ്പിയും ജപ്പാനും, കൊറിയയും ജപ്പാനും ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഡോ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നു. ബ്രന്റ് ഓയിൽ കാണാം $85. ബിറ്റ്കോയിനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഗോൾഡ് $14 ഇടിഞ്ഞു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ADR സ്റ്റോക്കുകളിൽ ഇൻഫോസിസ് 5% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ബിറ്റ്കോയിനിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, സ്റ്റേബിളാണ്. ബിറ്റ്കോയിനിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, അത് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച്. ITR ഫയൽ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ ബ്രോക്കറാണ്. ട്രേഡ് ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾക്ക് കോഴ്സ് ഫ്രീ ആണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബിർള സോഫ്റ്റ് നെറ്റ് പ്രോഫിറ്റ് 51% ഇൻക്രിമെൻറ്റ് കിട്ടി. L&T നെറ്റ് പ്രോഫിറ്റ് 14% വർദ്ധിച്ചു. സനോഫി ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 13% വർദ്ധിച്ചു. ഫോണിക്സ് മിൽസ് നെറ്റ് പ്രോഫിറ്റ് 23% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ ക്യാപിറ്റൽ 50% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. VST ഇൻഡസ്ട്രീസ് കമ്പനി, സിഗരറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, നെറ്റ് പ്രോഫിറ്റ് അവർ 24% ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. DCM ശ്രീരാം നെറ്റ് പ്രോഫിറ്റ് ഒരു 6 മടങ്ങ് ഉയർന്നു. ആർവിനൽ കമ്പനി 400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. AGI ഗ്രീൻ പാക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 88 കോടി രൂപയിൽ നിന്ന് 99 കോടി രൂപയിലേക്ക് ഉയർന്നു. RPG ലൈഫ് സയൻസ് നെറ്റ് പ്രോഫിറ്റ് 26 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഫ്രീ കോഴ്സ് പഠിക്കാനും ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് അയക്കാം. താങ്ക് യു ഓൾ.